ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കനത്ത വേനൽക്കാലമായിരുന്നു. ആ വേനൽക്കാലത്തിന് ചെറിയ മാറ്റം വരുത്തിക്കൊണ്ട് ഇപ്പോൾ വേനൽ മഴ വന്നെത്തിയിരിക്കുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ മെയ് മാസം 19-ാം തീയതിയാണ്. ഇന്നത്തെ ദിവസം രാവിലെ തൊട്ട് തന്നെ ഒരു മഴ ദിവസത്തിൻ്റെ ഒരു ലുക്ക് ഉണ്ടായിരുന്നു. രാവിലെ തന്നെ മഴക്കാറുണ്ടായിരുന്നു, ചെറുതായിട്ട് ചാറ്റൽ വരൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഉച്ചയോട് കൂടിയിട്ട് മഴ പെയ്യാൻ തുടങ്ങി. ശരിക്കൊരു മഴക്കാലത്തിൻ്റെ മഴ പോലെ തന്നെ മഴ പെയ്യുന്നെ. കഴിഞ്ഞ ഈ വേനൽക്കാലത്തെ പറ്റി പറയുമ്പോൾ ശരിക്കും ഹൊറിബിൾ എന്ന് പറഞ്ഞാൽ അതിഭീകരം തന്നെയായിരുന്നു. പലപ്പോഴും ആളുകൾക്ക് ശരിക്കും ഈ വേനൽ കാരണം പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. ചില ആളുകൾക്ക് കുഴഞ്ഞു വീണ് മരിക്കുക, അങ്ങനെ പല പ്രശ്നങ്ങളും. ശരിക്കും വീട്ടിൽ പുറത്തോ എവിടെ നിന്ന് ഒന്ന് ഇരിക്കാനോ ഒന്ന് വിശ്രമിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥ. പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ശരിക്കും പാടുപെട്ടും. ഇടയ്ക്കൊക്കെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു, ഉത്തരേന്ത്യക്കാരായ ആളുകൾ വെയിൽ കാരണം അവരൊന്നും പണിക്ക് വരുന്നില്ല, അത് ചിലരൊക്കെ നാട് വിട്ടുപോയി, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. അങ്ങനെ അതിതീവ്രമായൊരു വേനൽക്കാലമായിരുന്നു കടന്നുപോയത്. ഇങ്ങനൊരു മഴയൊക്കെ ഉണ്ടാകുമെന്ന് കാലാവസ്ഥക്കാർ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. മഴ പെയ്യും, ഇപ്പോൾ കടുത്ത മഴയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ അലർട്ടുകളൊക്കെ യെല്ലോ, ഓറഞ്ച്, റെഡ് അലർട്ടൊക്കെ എല്ലാം കറക്റ്റായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ പത്തനംതിട്ടയിലൊക്കെ ആണെങ്കിൽ ഒരു മതിലിടിഞ്ഞ് വീണ അപകടം, അങ്ങനെ പല ഭാഗത്തും പല പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഇവിടെ എന്തായാലും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വേനൽ വന്നു, വേനൽ ആൾക്കാരൊന്ന് ബുദ്ധിമുട്ടിച്ചു. ഇപ്പോൾ നല്ലൊരു മഴ കിട്ടി, പ്രദേശമൊക്കെ ഒന്ന് തണുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നോക്കാം കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കേട്ടോ. പുറത്തിറങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട് നിൽക്കുന്നത് ഒരു ചെരിവുള്ള പ്രദേശത്താണ്. അപ്പോൾ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമൊക്കെ നമ്മുടെ വീടിൻ്റെ മുന്നിൽ കൂടിയാണ് താഴേക്ക് പോവുക. താഴെ നല്ലൊരു നെൽവയലാണ്. ഇതിന് മുമ്പ് വർഷങ്ങളിലൊക്കെ 2018-ലും 2019-ലൊക്കെ നല്ല പ്രളയം ഉണ്ടായ സമയത്ത് ആ നെൽവയലിൽ ഏറ്റവും പ്രളയം കത്തിയുന്ന സമയത്ത് ആ റോഡൊന്ന് ചെറുതായിട്ട് മൂടിയിരുന്നു. അതല്ലാണ്ട് ഇവിടെ വലിയ വെള്ളപ്പൊക്കമോ കാര്യങ്ങളൊന്നും ഉണ്ടാവുന്ന സ്ഥലമല്ല. ഇതിപ്പോൾ മുകളിൽ നിന്ന് വെള്ളം താഴേക്ക് ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിലും കൂടുതൽ വെള്ളമൊന്നും വരില്ല, ഇതൊക്കെ ചെറിയൊരു വെള്ളം. ഇതിലപ്പുറം വെള്ളം വരാനുള്ള സോഴ്സൊന്നും അവിടെ ഇല്ല. കുറച്ച് ഭാഗത്ത് ഉള്ള വെള്ളം കുറച്ച് താഴേക്ക് ഒഴുകി പോകുന്നത് മാത്രം. ഇതിപ്പോൾ നേരെ താഴെ ഒഴുകി നമ്മുടെ പാടത്തെത്തും. പാടത്ത് നിറഞ്ഞു കഴിഞ്ഞാൽ പാടത്തിൽ എൻ്റെ സൈഡിൽ കൂടെ തന്നെ തോടുണ്ട്. ആ തോട്ടിൽ കൂടെ ഒഴുകി നേരെ പാടത്തപ്പള്ളിലേക്കൊക്കെ എത്തിച്ചേരും. നമ്മളിപ്പോൾ മഴയത്ത് കുട പിടിച്ച് നേരെ പാടത്തേക്ക് പോയി നിൽക്കാം കേട്ടോ. പാടത്ത് എങ്ങനെയാണ് മഴ പെയ്യണമെന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഇങ്ങനെ റോഡ് കൂടെ ഈ വെള്ളം ഇങ്ങനെ വരുന്നുണ്ടല്ലോ. ഈ വെള്ളം ഇവിടെ സൈഡിൽ ചാലുണ്ട്, ചാലിലേക്ക് ഒഴുകി നേരെ പാടത്തേക്ക് എത്തിച്ചേരും കേട്ടോ. ഇപ്പോൾ രണ്ട് സൈഡിൽ നല്ല കൃഷിത്തോട്ടങ്ങളും കാര്യങ്ങളാണ്. ഇപ്പോൾ ഇവിടെ നല്ല തെങ്ങും തോപ്പും കവുങ്ങും തോപ്പൊക്കെ ആയിട്ട് കിടക്കുന്നൊരു പുരയിടാണ്. അവിടെ നിറയെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പെയ്യുന്ന വെള്ളം അവിടെ തന്നെ സ്റ്റോർ ചെയ്യപ്പെടുകയാണ്. ഇപ്പോൾ റോഡിലൊക്കെ പെയ്യുന്ന വെള്ളം അത് കൂടെ ഒഴുകി പോകണമെന്നുള്ളൂ. അല്ലാത്ത പ്ലോട്ടുകളിലൊക്കെ, അല്ലാത്ത ആൾക്കാരുടെ ഭൂമികളിലൊക്കെ പെയ്യുന്ന വെള്ളം അവരവിടെ ഭൂമി തന്നെ താഴ്ന്നു പോയിക്കോളും. ആ തരത്തിലാണ് ഒരു വാട്ടർ ഷെഡ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പല വളപ്പുകളിലും. ഇവിടുത്തെ നെൽവയലുകൾ നന്നായിട്ട് വെള്ളം സംഭരിച്ച് വയ്ക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. എല്ലായിടത്തും എല്ലാ കണ്ടങ്ങൾക്കും നല്ല വരമ്പുകളുണ്ട്. ആ വരമ്പുകളൊക്കെ തന്നെ വെള്ളം അവിടെ നന്നായിട്ട് സ്റ്റോർ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓവറായിട്ട് വെള്ളം വന്ന് ഈ കണ്ടങ്ങളും പാടങ്ങളും എല്ലാം മുങ്ങുമ്പോഴാണ് വെള്ളം അതിനപ്പുറം മറികടന്ന് നേരെ പുഴയിലേക്ക് പോകുള്ളൂ. ഇതപ്പോൾ കണ്ടില്ല, ഈ വിശാലമായ കണ്ടാണ്. ഈ വിശാലമായ കണ്ടത്തിൽ അവിടെ പെയ്യുന്ന വെള്ളം മുഴുവൻ അവിടെ സ്റ്റോർ ചെയ്യപ്പെടും. അതിലും കൂടുതലായിട്ട് വന്നു കഴിഞ്ഞ് ഓവർഫ്ലോ ആകുമ്പോൾ മാത്രമേ അപ്പുറത്തെ തോട്ടിലേക്കും പുഴയിലേക്കൊക്കെ ഒഴുകി പോവുള്ളൂ. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലാവട്ടെ റൈറ്റ് സൈഡിലാവട്ടെ രണ്ട് സൈഡിലും നന്നായിട്ട് വെള്ളം സ്റ്റോർ ചെയ്യപ്പെടുകയാണ്. ഇപ്പോൾ ഈ വേനൽമഴയിൽ പെയ്യുന്ന വെള്ളം മുഴുവനും ഈ ഭൂമിയിലൂടെ താഴ്ന്നിറങ്ങി ഇവിടെ സംഭരിക്കപ്പെടുകയാണ്. നമുക്ക് റൈറ്റ് സൈഡിൽ കണ്ടു, അവിടെ പശുക്കളൊക്കെ ഉണ്ട്. പശുക്കളൊക്കെ ഈ വേനൽമഴ ശരിക്കും കൊണ്ട് നിൽക്കും. നമ്മളിപ്പോൾ ഈ നടക്കുന്ന നെൽവയലിൻ്റെ നടുക്ക് കൂടെയുള്ള റോഡ് രാവിലെയും വൈകുന്നേരമൊക്കെ നടത്തക്കാരുടെ നല്ലൊരു കേന്ദ്രമാണ്. രാവിലെയൊക്കെ നിരവധി ആളുകളാണ് വ്യായാമത്തിന് വേണ്ടി ഇതിൽ കൂടെ നടക്കുക. വൈകുന്നേരവും ഉണ്ട് നിരവധി ആളുകൾ നടക്കണേ. പക്ഷേ ഇത് ഈ രണ്ട് സമയത്തിനും ഇടയ്ക്കുള്ള സമയമുണ്ടല്ലോ, കഴിഞ്ഞ വേനൽക്കാലത്താണെങ്കിൽ ചുട്ട് പൊള്ളി ആൾ വേണമെങ്കിൽ ഇപ്പോൾ താഴെ വീഴും. ഒരു തരത്തിൽ നമുക്ക് പുറത്തിറങ്ങാനോ റോഡിൽ കൂടെ നടക്കാനോ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറിയിരിക്കണം. വേനലിൽ നല്ലൊരു മഴ വന്നു. സാധാരണഗതിയിലാണെങ്കിൽ ഒരു 4 ദിവസം മുമ്പാണെങ്കിൽ ഇതേ സ്ഥലത്ത് നമുക്ക് ഈ സമയത്ത് വന്ന് നിൽക്കാൻ പറ്റുന്നുണ്ടാവില്ലേ. നല്ല മഴയായി, തണുപ്പായി. ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല തണുപ്പും മഴയൊക്കെ വന്ന് ഈ നല്ല കൂളായി മാറും. ഈ പരിസരത്തൊക്കെ നല്ല ഭംഗിയിൽ ധാരാളം പൂക്കൾ വരും കേട്ടോ. നിറയെ ചെടികൾ വരും. സൈഡിൽ മുഴുവൻ ആശിത്തുമ്പ അടക്കമുള്ള നിരവധി പൂക്കൾ, മഞ്ഞ നിറമുള്ള പൂക്കൾ, നീല നിറമുള്ള പൂക്കൾ. ശരിക്കും പറഞ്ഞാൽ പൂക്കളുടെ എണ്ണം തന്നെ എടുക്കാൻ നിന്നെങ്കിൽ തന്നെ അതന്നെ കുറേ ഉണ്ടാവും. ഇപ്പം നമ്മളുള്ളത് പാടത്തിന് നടുക്കുള്ള പാലത്തിൻ്റെ മുകളിലാണ്. ഇവിടെ നോക്കിയാൽ നല്ല വ്യൂ ആണ്. ദൂരെ മലകളും തെങ്ങുകളും
ഇങ്ങനെ ചിത്ലാമത്തൊക്കെ നല്ല മഞ്ഞും അങ്ങനെ നല്ലൊരു കാഴ്ചയുള്ള സ്ഥലമാണ് ഇവിടെ. ഓക്കെ, ഇങ്ങനെ നല്ല കാഴ്ചയും കാര്യങ്ങളൊക്കെ എന്നും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്.